ചിലിയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ ഒറ്റപ്പെട്ട ഒരു കൊടുമുടിയുടെ മുകൾ ഭാഗത്തായിട്ടൊരു ഭീമൻ മെഷീൻ ഇങ്ങനെ തയ്യാറായി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുന്ന രീതി തന്നെ അടിമുടി മാറ്റാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കാണാത്തൊരു കാഴ്ച നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ആ മെഷീൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം കണ്ട പ്രപഞ്ചത്തിൻ്റെ ചിത്രങ്ങളെയൊക്കെ നമ്മൾ മറക്കേണ്ട ഒരു സാഹചര്യമാണ്. അവിടെയും ഇവിടെയുമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില ഗാലക്സികളുടെയും നെബുലകളുടെയും നിശ്ചലമായ ഫോട്ടോകളല്ലേ ഇപ്പോൾ നമുക്കുള്ളത്. അതൊക്കെ നമ്മളൊരു താക്കോൽ പഴുതിലൂടെ പ്രപഞ്ചത്തെ ഒളിഞ്ഞു നോക്കുന്നത് പോലെയായിരുന്നു. ആ കാലം അത് കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫോട്ടോയല്ല. സമുദ്രത്തിൻ്റെ ഒരു ചിത്രം കാണുന്നതിന് പകരം അതിനകത്തെ ജീവനുള്ള ആവാസ വ്യവസ്ഥയെ മുഴുവനായി കാണാൻ പോവുകയാണ്. അതിലെ ഒഴുക്കുകൾ, വേട്ടയാടുന്ന ജീവികൾ, ആഴങ്ങളിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന മിന്നലാട്ടങ്ങൾ എല്ലാം. 2025 മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ 10 വർഷം നീളുന്ന ഒരു സിനിമയ്ക്ക് റെക്കോർഡ് ബട്ടൺ അമർത്തിയിരുന്നു. ഏപ്രിൽ 25 അന്നൊരു ടെസ്റ്റായിരുന്നു. പക്ഷേ തമാശ പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമല്ല, പകരം വലിയൊരു അന്വേഷണമാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ വളരെ കൗതുകകരമായിട്ടുള്ള മിഷന് ശേഷം ശാസ്ത്രലോകം നടത്തുന്ന ഏറ്റവും വലിയൊരു മെഷീൻ ബേസ്ഡ് അന്വേഷണം. നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഡാർക്ക് മാറ്ററിൻ്റെയും ഡാർക്ക് എനർജിയുടെയും വിരലടയാളങ്ങൾ തേടുന്ന ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഭൂമിക്ക് നേരെ വരുന്ന അപകടങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തിരിച്ചറിയുന്ന ഒരു സർവൈവൽ ഗൈഡ്. നമ്മൾ ഇതുവരെ പേര് പോലും ഇട്ടിട്ടില്ലാത്ത പ്രതിഭാസങ്ങളിലേക്ക് വഴി കാണിക്കുന്ന ഒരു നിധി ഒളിപ്പിച്ചു വെച്ച മാപ്പ് പോലെ പ്രവർത്തിക്കുന്ന ഉപകരണം. ഈ ഒരു മെഷീൻ്റെ പേരാണ് വേര സി റൂബിൻ ഒബ്സർവേറ്ററി. അത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം അതിൻ്റെ കണ്ടെത്തലുകൾ നമ്മുടെ ഫിസിക്സിലെ പല ധാരണകളെയും അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യും. നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ പല അപകടങ്ങളെയും അത് നമുക്ക് മുന്നിൽ തുറന്ന് കാട്ടിത്തരും. നമ്മൾ സങ്കല്പിക്കുന്നതിനും അക്രമാസക്തവും ചലനാത്മകവും നിഗൂഢവുമായൊരു പ്രപഞ്ചത്തെ ആയിരിക്കും അത് വെളിപ്പെടുത്താൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇനി നമ്മൾ വെറുതെ ഫോട്ടോ എടുക്കുകയല്ല, നമ്മൾ യാഥാർത്ഥ്യത്തിന് തന്നെയാണ്, അതിൻ്റെ ഓരോ നിമിഷത്തെയും തന്നെയാണ് ഒപ്പിയെടുക്കാൻ പോകുന്നത്. ഒരു നിമിഷം പോലും കണ്ണ് ചിമ്മാതെ ആകാശത്തുള്ള ഈ ഒരു ചിത്രം പിടിക്കാൻ നമുക്ക് ആദ്യം വേണ്ടി വരിക ഒരു കണ്ണാണല്ലേ. പക്ഷേ വേര സി റൂബിൻ ഒബ്സർവേറ്ററിയുടെ ഹൃദയത്തെ നമ്മൾ ആകാശത്തിൻ്റെ ചിത്രമെടുക്കുന്ന ക്യാമറ എന്ന് വിളിക്കുന്നത് ഒരു സൂപ്പർനോവയെ തീപ്പൊരി എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ യഥാർത്ഥ പേര്, അല്ലെങ്കിൽ ആ ചിത്രമെടുക്കുന്ന ഉപകരണത്തിൻ്റെ യഥാർത്ഥ പേര് LSST ക്യാം എന്നാണ്. ലാർജ് സിനോപ്റ്റിക് സർവേ ടെലസ്കോപ്പ് ക്യാമറ എന്നുള്ളതാണ്. ആകാശത്തേക്ക് തിരിച്ചു വെച്ച ഏറ്റവും വലിയ ഡിജിറ്റൽ കണ്ണ്. 3 ടണ്ണിൽ കൂടുതൽ ഭാരമുണ്ട് ഇതിന്. അതായത് ഒരു ചെറിയ SUV കാറിൻ്റെ അത്രയും വരും. അതിൻ്റെ ഹൃദയഭാഗത്ത് തണുത്തുറഞ്ഞൊരു ഡിജിറ്റൽ റെറ്റിനയുണ്ട്. അതൊരു സെൻസറല്ല, ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള 189 സെൻസറുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച ഒരു ഭീമൻ മൊസൈക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ. ഈ സെൻസറുകൾ മുഴുവൻ ഒരു വാക്വം ചേംബറിനകത്ത് -100°C തണുപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഒരു ചെറിയ ചൂട് പോലും ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് നോയ്സ് അത് പൂർണ്ണമായും ഒഴിവാക്കാൻ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗാലക്സികളിൽ നിന്ന് യാത്ര തിരിച്ച പ്രകാശത്തിൻ്റെ നേർത്ത അടയാളങ്ങളില്ലേ, ആ ഒരു സിംഗിൾ ഫോട്ടോണുകളെ അതുപോലും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി. ആ ഒരു നേർത്ത ഫോട്ടോണുകളെ പിടിച്ചെടുക്കണമെങ്കിൽ ക്യാമറയുടെ ഭാഗത്തു നിന്നൊരു ചെറിയ അനക്കം പോലും ഉണ്ടാകാൻ പാടില്ല, ഭൂമിയുടെ കറക്കം ബാധിക്കാൻ പാടില്ല. സോ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? ഒരൊറ്റ ഷോട്ടിൽ 3.2 ഗിഗാ പിക്സലുള്ള ഒരു ഇമേജ്. നമ്മുടെയൊക്കെ സാധാരണ ഐഫോണിലൊക്കെ വരുന്ന മെഗാ പിക്സലോ അല്ലെങ്കിൽ സാധാരണ ക്യാമറയിൽ വരുന്ന 48 മെഗാ പിക്സലോ ഒക്കെ തന്നെ കണക്കാക്കുമ്പോൾ ഇത് 3200 മെഗാ പിക്സലാണ്. അതാണ് ഞാൻ പറഞ്ഞ 3.2 ജിഗാ പിക്സൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സോ ഈ ക്യാമറ എടുക്കുന്ന ഒരൊറ്റ ചിത്രം അതിൻ്റെ മുഴുവൻ ക്ലാരിറ്റിയിൽ നമ്മൾ കാണണമെങ്കിൽ 1500-ലധികം ഹൈ ഡെഫിനിഷൻ TV-കൾ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്ന ഒരു പാനൽ തന്നെ വേണ്ടിവരും. ഒരൊറ്റ ഫ്രെയിമിൽ ആകാശത്തിൻ്റെ ഏകദേശം 50 പൂർണ്ണചന്ദ്രന്മാർക്ക് തുല്യമായ സ്ഥലത്തിൻ്റെ ചിത്രം പകർത്താൻ ഇതിന് സാധിക്കും. ഈ ഭീമൻ സെൻസറിന് മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്നത് വളരെ വലിയ ഒപ്റ്റിക്കൽ ലെൻസുകളാണ്. അതിലെ ഏറ്റവും വലുതിന് 5 അടിയിൽ കൂടുതൽ വ്യാസമുണ്ട്. ചിത്രത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ നക്ഷത്രത്തെയും ഒരു സൂചിമുന പോലെ വ്യക്തമായി കാണിക്കുന്നത് ഈ ലെൻസുകളാണ്. അതിനിടയിൽ ഒരു റോബോട്ടിക് ഫിൽറ്റർ സിസ്റ്റം ഉണ്ട്. 6 വ്യത്യസ്ത നിറങ്ങളിലൂടെയാണ് ഈ ഒബ്സർവേറ്ററി പ്രപഞ്ചത്തെ കാണുന്നത്. അൾട്രാവയലറ്റ് മുതൽ ഇൻഫ്രാറെഡ് വരെയുള്ള U, G, R, I, Z, Y എന്നിങ്ങനെ 6 ഫിൽറ്ററുകൾ. അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ പുതിയ നക്ഷത്രങ്ങളുടെ ജനനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്കിൽ ഇൻഫ്രാറെഡിൽ പൊടിപടലങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെയും വിദൂര ഗാലക്സികളെയും കാണാം. ഓരോ രാത്രിയിലും ഇതിലെ 5 ഫിൽറ്ററുകൾ ഉപയോഗിക്കാൻ തയ്യാറായി നിൽക്കും. അപ്പോൾ ഇത്രയും വലിയൊരു ക്യാമറയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ ആ ക്യാമറയിലേക്ക് വെളിച്ചം എത്തണമെങ്കിൽ അതിന് ചേർന്നൊരു കണ്ണാടിയും വേണ്ടേ.
ഇവിടെയാണ് റൂബിൻ ടെലസ്കോപ്പ് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി മാറുന്നത്. ഇതൊരു സാധാരണ ടെലസ്കോപ്പ് അല്ല. ഇതിന് 3 കണ്ണാടികളുണ്ട്. അതും വളരെ സവിശേഷമായ രീതിയിൽ ഡിസൈൻ ചെയ്തവയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ 1-ാമത്തെയും 3-ാമത്തെയും കണ്ണാടികൾ ഒറ്റ ഗ്ലാസ്സിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ചിത്രത്തിൽ കാണുന്ന പോലെ. അതായത് ഒരു ഭീമൻ ഗ്ലാസ് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം 1-ാമത്തെ കണ്ണാടി, അതായത് പ്രൈമറി മിററായിട്ടും നടുക്കൊരു ദ്വാരമിട്ട് അതിൻ്റെ ഉൾഭാഗം 3-ാമത്തെ കണ്ണാടി, അതായത് ടെർഷറി മിററായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പ്രൈമറി മിററിൽ ലൈറ്റ് വീണ് സെക്കൻഡറി മിററിൽ തട്ടി ടെർഷറി മിററിൽ വന്ന് വീണിട്ട് പിന്നെ സെൻസറിലേക്ക് പോകും. അങ്ങനെ ഇതിലെ പ്രധാന കണ്ണാടിക്ക് 8.4 മീറ്റർ വ്യാസമുണ്ട്. അതായത് ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ അത്രയും വലിപ്പം. അതിൻ്റെ ഉപരിതലം മിനുക്കിയിരിക്കുന്നത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടും. 20 നാനോമീറ്റർ താഴെ മാത്രമാണ് ഒരു അബ്രേഷൻ പോലും വരിക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കണ്ണാടിയുടെ വലിപ്പം നമ്മുടെ ഇന്ത്യയുടെ അത്രയും ഉണ്ടായിരുന്നുവെങ്കിൽ അതിലെ ഏറ്റവും വലിയ കുന്നിന് 1 ഇഞ്ചിൽ താഴെ മാത്രമേ ഉയരം കാണുമായിരുന്നുള്ളൂ. ഈ ഡിസൈൻ കാരണം ടെലിസ്കോപ്പിന് ഭാരം കുറയ്ക്കാനും കൂടുതൽ ഒതുക്കമുള്ളതാകാനും ഏറ്റവും പ്രധാനമായിട്ട് വളരെ സവിശേഷമായ ആകാശത്തിൻ്റെ ചിത്രം യാതൊരു കോട്ടവുമില്ലാതെ പകർത്താനും പറ്റും. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല കണ്ണുണ്ടായിട്ടും കാര്യമില്ല. കാരണം ആ കണ്ണിന് വേഗതയിൽ ചലിക്കാൻ പറ്റണം. വേഗതയുടെ ആവശ്യം വരുന്നത് പ്രപഞ്ചം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു ബ്ലാക്ക് ഹോൾ ഒരു നക്ഷത്രത്തെ കീറി മുറിക്കുന്നത് മണിക്കൂറുകൾ കൊണ്ടായിരിക്കും. അപകടകാരിയായ ഒരു ഛിന്നഗ്രഹത്തിൻ്റെ സഞ്ചാരപാത മാറുന്നത് ഒരു ദിവസം കൊണ്ടായിരിക്കും. ഈ സംഭവങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് അസാധാരണമായിട്ടുള്ള വേഗത ആവശ്യമുണ്ട്. സോ വേര സി റൂബിൻ ഒബ്സർവേറ്ററിയുടെ അകത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വലിയ ടെലസ്കോപ്പിനെ സിമോണി സർവേ ടെലസ്കോപ്പ് എന്നാണ് ഇൻഡിവിജ്വലി വിളിക്കുന്നത്. ആ ഒരു ഒബ്സർവേറ്ററിയുടെ പേരാണ് വേരാസി. അതിനകത്തിരിക്കുന്ന ഉപകരണത്തിൻ്റെ പേരുകൾ വ്യത്യാസപ്പെടാമല്ലോ. സോ ഈ സിമോണി സർവേ ടെലസ്കോപ്പ് ഒരു മടിയനല്ല, അതൊരു അത്ലറ്റിനെ പോലെയാണ്. ഏകദേശം 350 ടൺ ഭാരമുള്ള ഈ ഭീമൻ ടെലസ്കോപ്പ് ചലിക്കുന്നത് ഗിയറൊന്നും ഉപയോഗിച്ചിട്ടല്ല, പകരം എണ്ണയുടെ ഒരു നേർത്ത പാളിക്ക് മുകളിലാണ്. അതുകൊണ്ട് ഫ്രിക്ഷൻ ഒട്ടുമില്ലാതെ അതിന് തെന്നി നീങ്ങാൻ പറ്റും. ഇതിൻ്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ, ഒരു ബോയിങ് 747 വിമാനത്തേക്കാൾ ഭാരമുള്ള ഈ ഭീമൻ സാധനം വെറും 5 സെക്കൻഡ് കൊണ്ട് ആകാശത്തേക്ക് നോക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറും. എന്നിട്ട് യാതൊരു വിറയൽ പോലും ഇല്ലാതെ അവിടെ അങ്ങനെ സ്റ്റഡിയായിട്ട് നിന്ന് ആകാശം നോക്കും. ഒന്ന് ഓർത്ത് നോക്കൂ, വെറും 5 സെക്കൻഡ്. ഈ വേഗത കാരണം എല്ലാ രാത്രിയിലും ഒരു പ്രത്യേകതരം നൃത്തമാണ് അവിടെ നടക്കുക. ടെലസ്കോപ്പ് ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് നീങ്ങുന്നു, ഷട്ടർ തുറക്കുന്നു, 30 സെക്കൻഡ് നേരം അവിടെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി നിർത്തിയിട്ട് ചിത്രം പകർത്തുന്നു, എന്നിട്ട് ഷട്ടർ അടയ്ക്കുന്നു, ചിത്രം കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ ടെലസ്കോപ്പ് അടുത്ത സ്ഥലത്തേക്ക് ചെറുതായിട്ട് നീങ്ങും. എന്നിട്ട് ഇതാ ഈ കാണുന്ന രൂപത്തിൽ അടുത്ത ഫോട്ടോ എടുത്തിട്ട് വീണ്ടും അടുത്ത ഫോട്ടോയിലേക്ക് പോകും. അങ്ങനെ ഷട്ടർ തുറക്കുന്നു, എടുക്കുന്നു, ഷട്ടർ അടയ്ക്കുന്നു, ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഫോട്ടോ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഈ ഒരു പ്രത്യേക പാറ്റേണിൽ 40 സെക്കൻഡ് ഇടവേളകളിൽ ഓരോ രാത്രിയും ഏകദേശം 1000 ചിത്രങ്ങൾ എടുക്കും. ആ ചിത്രങ്ങൾ എടുക്കുന്ന പാറ്റേൺ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ ഏരിയ കവർ ചെയ്യുന്നു, എന്നിട്ട് തൊട്ടടുത്ത ഏരിയയിലേക്ക് പോകുന്നു, അത് കവർ ചെയ്തു, അങ്ങനെ ഒരു പാറ്റേൺ ഫില്ല് ചെയ്താണ് പോകുന്നത്. വെറും 3-4 രാത്രികൾ കൊണ്ട് തെക്കൻ ആകാശഗോളത്തെ മുഴുവനായി അത് ക്യാമറയിലാക്കും. കാരണം ചിലി എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിലാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് വീണ്ടും ഇത് എന്ത് ചെയ്യും? വീണ്ടും ഇത് ആദ്യം മുതൽ ഫോട്ടോ എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 10 വർഷത്തേക്ക് എല്ലാ രാത്രിയും വിശ്രമമില്ലാതെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇത് വെറുതെ ഫോട്ടോ ശേഖരിക്കുകയല്ല, സത്യത്തിൽ ഒരു ലൈവ് ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണ്. കാരണം ഓരോ നിമിഷവും നമ്മുടെ ആകാശം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ലൈവ് അപ്ഡേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇത്രയും വലിയൊരു ക്യാമറയും ഇത്രയും വലിയൊരു ടെലസ്കോപ്പും ചേരുമ്പോൾ ശാസ്ത്ര ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് ഉണ്ടാവുക. അതായത് പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങൾ അപ്പോൾ അറിയിക്കുന്ന ഒരു റിയൽ ടൈം അലേർട്ട് സിസ്റ്റം. ഈ ടെലസ്കോപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കുറച്ചുകൂടെ പിൻ പോയിൻ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇന്ന് ഒരു 3.2 മെഗാ പിക്സൽ ഫോട്ടോ ഈ ടെലസ്കോപ്പ് എടുത്തു. ഇന്നലെ അതേ സ്ഥലത്ത് നിന്നെടുത്ത ഒരു പെർഫെക്റ്റ് ഫോട്ടോയുമായിട്ട് ഇത് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എടുത്ത ഫോട്ടോയെ താരതമ്യം ചെയ്യും. ഒരു മാറ്റവുമില്ലാത്ത പ്രപഞ്ചമാണെങ്കിൽ ഒന്നും അതിൽ വ്യത്യാസം കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രപഞ്ചം അങ്ങനെ അല്ല. പുതിയതായി വന്ന ഒരു വെളിച്ചമോ അപ്രത്യക്ഷമായൊരു നക്ഷത്രമോ സ്ഥാനം മാറിയൊരു വസ്തുവോ അല്ലെങ്കിൽ ഒരു വെളിച്ചത്തിൽ വന്ന എന്തെങ്കിലും ഫ്ലക്ച്വേഷനോ അതെല്ലാം തന്നെ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കും. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഓരോ മാറ്റത്തെയും ഒരു അലേർട്ടാക്കി മാറ്റും. ഈ അലേർട്ടിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. അതിൻ്റെ കൃത്യമായ സ്ഥാനം, വെളിച്ചത്തിലുണ്ടായ മാറ്റം, പഴയ ചിത്രങ്ങൾ, പുതിയ ചിത്രത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം എല്ലാം. ഓരോ ചിത്രത്തിൽ നിന്നും ഏകദേശം 10,000-ലധികം അലേർട്ടുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ട്രയലിൽ അങ്ങനെയാണ് പ്രവർത്തിച്ചത്. ഒരു രാത്രിയിൽ 1000 ചിത്രങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ദിവസവും 10 മില്യൺ അലർട്ടുകളാണ് ഇങ്ങനെ അത് പുറത്തേക്ക് വിടുന്നത്. ഒരു 10 വർഷത്തേക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് ഞാൻ കോസ്മിക് ഫയർ ഹോസ് എന്ന് പറയാൻ കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അലേർട്ടുകൾ ഷട്ടർ അടച്ച 60 സെക്കൻഡിനുള്ളിൽ ലോകം മുഴുവൻ ലഭ്യമാകുമെന്നുള്ളതാണ്. ലോകം മുഴുവനുമുള്ള ശാസ്ത്രജ്ഞർക്ക് ഒരു സന്ദേശം കൊടുക്കുന്നത് പോലെയാണിത്. അതായത് ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം.
അപ്പോൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ ലോകത്തെ അറിയിക്കാൻ പോകുന്നത്? ഈ അലർട്ടുകൾ 4 വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള താക്കോലാണ്. 4 വലിയ ദൗത്യങ്ങൾ. അതിലൊന്ന് ഡാർക്ക് യൂണിവേഴ്സാണ്. നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം പ്രപഞ്ചത്തിൻ്റെ 5% മാത്രമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാക്കി 95% ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ആണല്ലോ. റൂബിൻ ദശലക്ഷക്കണക്കിന് ഗാലക്സികളുടെ രൂപത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ അളന്ന് ഡാർക്ക് മാറ്ററിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കും. അതോടൊപ്പം ലക്ഷക്കണക്കിന് സൂപ്പർനോവകളെ കണ്ടെത്തി പ്രപഞ്ചം വികസിക്കുന്നതിൻ്റെ വേഗത വീണ്ടും കൃത്യമായിട്ട് അളക്കും. ഇത് ഡാർക്ക് എനർജിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിക്കും. രണ്ടാമത്തേത്, ദശലക്ഷക്കണക്കിന് ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും ഇത് കണ്ടെത്തി ലിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഇതൊരു പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റമാണ്. നഗരങ്ങളെ തകർക്കാൻ ശേഷിയുള്ള 140 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്താൻ കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ദൂരത്ത് വെച്ച് തന്നെ ഇവയെ കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ മുന്നേയുള്ള മുന്നറിയിപ്പ് നമുക്ക് കിട്ടും. വെറും 10 മണിക്കൂർ നീണ്ട ഒരു ടെസ്റ്റിൽ തന്നെ ഇത് മനസ്സിലാകുമെന്നുള്ളതാണ്. ഇതിൻ്റെ ട്രയൽ ടെസ്റ്റിൽ തന്നെ 2100ഓളം ചിഹ്നഗ്രഹങ്ങളെ ഇത് കണ്ടെത്തിയിരുന്നു. അതിൽ 7 എണ്ണം പുതിയതായി കണ്ടെത്തിയ ഭൂമിക്ക് അടുത്തുള്ളവയായിരുന്നു എന്നുള്ളതാണ് രസം. സോ അതൊരു ടെസ്റ്റ് മാത്രമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ആകാശത്തിൻ്റെ ചിത്രം എടുക്കുമ്പോൾ തലേ ദിവസം ഇല്ലാത്തൊരു വസ്തു അല്ലെങ്കിൽ തലേ ദിവസമുള്ളൊരു വസ്തുവിൻ്റെ സ്ഥാനചലനം ഇപ്പോഴത്തെ ഇമേജിൽ ഡിറ്റക്ട് ചെയ്താൽ നമുക്കറിയാം അത് ഭൂമിക്കടുത്തുള്ള എന്തോ വ്യത്യാസമാണെന്ന്. ഇനി അടുത്ത ഒരു ഗുണം ചലിക്കുന്ന പ്രപഞ്ചത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ബ്ലാക്ക് ഹോളുകൾ നക്ഷത്രങ്ങളെ പിച്ച് ചെയ്യാറില്ലേ? ന്യൂട്രോൺ നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ച് സ്വർണവും പ്ലാറ്റിനവും പോലെയുള്ള മൂലകങ്ങൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങൾ കാരണം പ്രകാശത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും പഠിക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ കണ്ടെത്താനുള്ളൊരു ഫാക്ടറി കൂടിയാണ് റൂബിൻ. മുമ്പ് ഇതൊക്കെ ഭാഗ്യ പരീക്ഷണമായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബൈ ചാൻസ് നമ്മുടെ കണ്ണിപ്പെടും. ഇപ്പോൾ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ആകാശത്തിൻ്റെ ചെറിയൊരു പാച്ചിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഓരോ നിമിഷവും 55 പൂർണ്ണചന്ദ്രന്മാരോളം വലിപ്പമുള്ള സ്ഥലത്ത് നോക്കി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് അടുത്ത സ്ഥലം നോക്കി ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് അങ്ങനെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ നമ്മുടെ ഭാഗ്യ പരീക്ഷണമല്ല, ഒരേ സമയം ആ ഭാഗത്തുള്ള മൊത്തം ആകാശത്തെയും സ്കാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവം നടന്നാലും അപ്പോൾ തന്നെ അലേർട്ട് കിട്ടും. പിന്നെ നമ്മുടെ സ്വന്തം ഗാലക്സിയുടെ കഥ കൂടി അത് മനസ്സിലാക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗാലക്സി ഇതുപോലെയാണ് ഇരിക്കുന്നത്, ആകാശഗംഗ. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഏറെക്കുറെ ഈ സർക്കിളിൽ കാണുന്ന അത്ര സ്ഥലം മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്. സോ ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഒരു മാപ്പ് തന്നെ ഇത് സൃഷ്ടിക്കും. നമ്മുടെ ഗാലക്സി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും മറ്റു ചെറിയ ഗാലക്സികളെ വിഴുങ്ങി എങ്ങനെയാണ് വലുതായതെന്നും മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഒരുതരം ഗാലക്റ്റിക് ആർക്കിയോളജി എന്ന് പറയാം. സോ പർവ്വതം മുകളിലെ ഭീമനും ഡാറ്റയുടെ പ്രളയവും, ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കാൻ ലോകത്തിലെ നല്ലൊരു സ്ഥലം തന്നെ വേണം. അതാണ് ചിലിയിലെ അറ്റക്കാമ മരുഭൂമിയിലെ സെറോ പച്ചോൺ എന്ന പർവ്വതം. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2700 മീറ്റർ ഉയരത്തിൽ തെളിഞ്ഞതും അധികം മഴമേഘങ്ങളും ഇല്ലാത്ത തെളിഞ്ഞ ആകാശമാണ് അവിടുത്തെ പ്രത്യേകത. ഭൂകമ്പങ്ങളെ പോലും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഒബ്സർവേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് പിന്നിൽ? ആരൊക്കെയാണ് ഇതിന് കാശ് മുടക്കുന്നത്? ഇതൊരൊറ്റ രാജ്യത്തിൻ്റെ പ്രോജക്റ്റ് അല്ല. അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയും ചേർന്നാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇത് സ്ഥാപിച്ചിരിക്കുന്ന ചിലി എന്ന രാജ്യവും ഒരു പ്രധാനപ്പെട്ട പങ്കാളിയാണ്. പിന്നെ തുടക്കത്തിൽ ചാൾസ് സിമോണിയെയും ബിൽഗേറ്റ്സിനെയും പോലെയുള്ള വലിയ സമ്പന്നരുടെ സഹായങ്ങളും ഇതിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ്, ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? സത്യം പറഞ്ഞാൽ ഇവ രണ്ടും 2 ജോലികളാണ് ചെയ്യുന്നത്. റൂബിൻ ടെലിസ്കോപ്പ് ഒരു വൈഡ് ആംഗിൾ ക്യാമറ പോലെയാണ്. ആകാശത്തെ മുഴുവനായി വളരെ വേഗത്തിൽ സ്കാൻ ചെയ്ത് എവിടെയാണ് രസകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കും, ഒരു ഡിറ്റക്റ്റീവിനെ പോലെ. അതേസമയം ജെയിംസ് വെബ് ഒരു ഭയങ്കര പവർഫുൾ സൂം ലെൻസ് പോലെയാണ്. റൂബിൻ അവിടെ നോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സൂം ചെയ്ത് അവിടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പഠിക്കാൻ JWSTക്ക് സാധിക്കും. ഒരു കാര്യം കൂടി പറയാം, റൂബിൻ ഒരൊറ്റ ഫ്രെയിമിൽ പകർത്തുന്ന ആകാശത്തിൻ്റെ അത്രയും ഭാഗം പകർത്താൻ ജെയിംസ് വെബിന് ആയിരക്കണക്കിന് തവണ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോകൾ എടുക്കേണ്ടി വരും. അതാണ് വ്യത്യാസം. ഒരാൾ കണ്ടെത്തുന്നു, മറ്റൊരാൾ വിശദമായി പഠിക്കുന്നു. ഇവർ ശരിക്കും ഒരു ടീമാണ്, എതിരാളികളല്ല. ഓരോ രാത്രിയും ഏകദേശം 20 ടെറാബൈറ്റ് ഡാറ്റയാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷം കൊണ്ട് 100 കണക്കിന് പെറ്റാബൈറ്റ് ഡാറ്റ. ഈ ഡാറ്റ എങ്ങനെ കിട്ടും എന്ന കാര്യത്തിലാണ് ചെറിയൊരു ട്വിസ്റ്റ്. 10 മില്യൺ അലേർട്ടുകൾ, അതായത് 1 കോടിയോളം അലേർട്ടുകൾ എല്ലാവർക്കും അപ്പോൾ തന്നെ ഫ്രീ ആയി കിട്ടും. ലോകം മുഴുവനുമുള്ള സയൻസ് കമ്മ്യൂണിറ്റി ബ്രോക്കറുകൾ വഴി ആർക്കും ഇത് പരിശോധിക്കാം. പക്ഷേ ഫുൾ റെസൊല്യൂഷൻ ചിത്രങ്ങളും കോടിക്കണക്കിന് വസ്തുക്കളുടെ ഡീറ്റെയിൽഡ് കാറ്റലോഗുകളും 2 വർഷത്തേക്ക് ഇത് നിർമ്മിക്കാൻ സഹായിച്ച രാജ്യങ്ങളിലെ സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമായിരിക്കും കിട്ടുക. കാരണം അവരുടെ വർഷങ്ങളായിട്ടുള്ള പ്രയത്നത്തിനുള്ളൊരു അംഗീകാരം പോലെ 2 വർഷം കഴിഞ്ഞാൽ ആ ഡാറ്റയും ലോകത്തിന് കിട്ടും. അതായത് പ്രപഞ്ചത്തിൻ്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാവർക്കും ഉടൻ കിട്ടുമെന്നർത്ഥം. മുഴുവൻ എൻസൈക്ലോപീഡിയ കിട്ടാൻ കുറച്ചൊന്ന് കാത്തിരിക്കണം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ആ വലിയ സ്വപ്നം, ആ കാത്തിരിപ്പ്, അതിനൊരു തുടക്കമായിരിക്കുന്നു. വെറും ഒരു പ്രതീക്ഷയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞു.
2025 ജൂൺ 23 വേരാ സി റൂബിൻ ഒബ്സർവേറ്ററി അതിൻ്റെ ആദ്യത്തെ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ പുറത്തുവിട്ടു. സത്യം പറഞ്ഞാൽ അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ട്രിഫിഡ് ലഗൂൺ നെബുലകളുടെയും കന്നിരാശിയിലെ ഗാലക്സി കൂട്ടമായ വിർഗോ ക്ലസ്റ്ററുകളുടെയും അതിമനോഹരമായ ചിത്രങ്ങളാണ് അവർ പുറത്തുവിട്ടത്. അതോടൊപ്പം ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും ചില ഭാഗങ്ങളും. ഈ ചിത്രങ്ങൾ വെറും ഒരു കാഴ്ചയായിരുന്നില്ല, അത് വരാനിരിക്കുന്ന 10 വർഷത്തെ മഹത്തായ ദൗത്യത്തിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. ഈ മെഷീൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ട്. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി പോലെയുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ആ യാത്രയ്ക്ക് ഔദ്യോഗികമായി പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഈ ചിത്രങ്ങൾ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെയും മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും വെബ്സൈറ്റുകളിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ സംസാരിക്കുന്നത് ഇനി വരാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല. ആ പ്രപഞ്ച സിനിമയുടെ ആദ്യത്തെ ഫ്രെയിമുകൾ നമ്മുടെ കൺമുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് എന്തായിരിക്കുമെന്ന ആകാംക്ഷയുടെ മുൾമുനയിലാണ് ശാസ്ത്രലോകം. സോ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ, ഭൂമിയിൽ നിന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സിനിമാ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ആകാശം മുഴുവൻ സ്കാൻ ചെയ്ത് 3-4 ദിവസം കൂടുമ്പോൾ ആകാശം മുഴുവൻ സ്കാൻ ചെയ്യുന്ന ആ മഹത്തായ ദൗത്യത്തിൻ്റെ തുടക്കം ഒഫീഷ്യലി എന്തെങ്കിലും കൃത്യമായി തുടങ്ങുമ്പോൾ ഞാനത് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ടാബിലിടാം. എന്തായാലും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുന്ന കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പഠിക്കാനും അപകടകാരിയായിട്ടുള്ള ചിഹ്നഗ്രഹങ്ങളുടെ പൊട്ടിത്തെറി മനസ്സിലാക്കാനും ഗാലക്സികളെയും സൂപ്പർനോവകളെയും ബ്ലാക്ക് ഹോളുകളെയൊക്കെ തിരിച്ചറിയാനായിരിക്കും. എന്നാൽ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ സംഭവം അതൊന്നുമല്ല. നമ്മൾ ഡിസൈൻ ചെയ്യാത്ത, നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അവ കണ്ടെത്താൻ പോകുന്നത്. ഇത്രയും വലുതും വേഗതയേറിയതും ആഴത്തിൽ കാണുന്നതുമായ ഒരു ഉപകരണം നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രം കണ്ടെത്തുക എന്ന് പറയുന്നതല്ലല്ലോ ത്രില്ല്. നമ്മൾ ചോദ്യം ചോദിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ പറയുന്ന ഓരോ കോടി അലർട്ടുകളും ഓരോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ ഫിസിക്സിന് വിശദീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയണം. കണ്ണാടികൾ മിനുക്കി കഴിഞ്ഞു, ക്യാമറ പർവ്വതം മുകളിലെത്തി, ലൈറ്റുകളെല്ലാം തന്നെ അണഞ്ഞ് പ്രൊജക്ടർ ചൂടായി, നമ്മൾ ഓൺ ബട്ടൺ അമർത്തി കഴിഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ ഒരു ടൈം ലാപ്സ് വൈകാതെ സാധാരണക്കാർക്ക് കിട്ടിത്തുടങ്ങും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഞെട്ടാൻ പോകുന്ന രീതിയിൽ സ്ക്രീനിൽ തെളിയുന്നത് എന്തായിരിക്കും എന്ന കൗതുകം മാത്രമേ ബാക്കിയുള്ളൂ.